ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റു കേട്ടോ. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആട്ടോ അത്. ഭയങ്കര സൈലൻ്റായിട്ട് ബീച്ച് ഇങ്ങനെ രാവിലെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാട്ടോ. ഗുഡ് മോർണിംഗ്. നമ്മളപ്പോൾ എനിക്ക് ശരിക്കും കേട്ടോ ഞാൻ ഗുഡ് മോർണിംഗ് പറയാനായിട്ട്. നമ്മളപ്പോൾ ഇന്ന് ഇവിടെ നേരെ വേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, വേലൂർ എന്ന് പറയുന്നത് വ്ലോർന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്, ആ സ്ഥലത്തേക്ക് നമ്മൾ ഇന്ന് പോകട്ടോ. അവിടെ പോയിട്ട് പിന്നെ നമ്മൾ വലിയ പ്ലാനുകളൊന്നുമില്ല, എങ്ങോട്ടാണ് എത്തുക അങ്ങനെ പോവും. അപ്പോൾ അങ്ങോട്ട് പോണതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് 10 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യണം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാട്ടോ. അപ്പം നമ്മൾ അവിടെ ഉള്ളൊരു നമ്മൾ ഇന്നലെ നടന്ന വോക്ക്വേയിൽ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് പോയി ഓർഡറൊക്കെ പ്ലേസ് ചെയ്തു. പിന്നെ ഇവരുടെ കുറച്ച് സീറ്റിംഗ് ബീച്ച് സൈഡിൽ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ പോയിട്ടൊക്കെ ഇരിക്കാം. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വെയിൽ മുഖത്തേക്ക് അടിക്കാത്ത സൈഡ് നോക്കി നമ്മൾ ഇരിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടിരിക്കുക കേട്ടോ. എന്താ ഇനി ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് വേലൂരല്ല ഗ്ലോറോ വേലൂരോ ആ സ്ഥലത്ത് പോകാനേ. അപ്പോഴേക്കെന്താ നമ്മൾ ഓർഡർ ചെയ്ത കോഫി വന്നു കേട്ടോ. പക്ഷേ കോഫിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ആ ഒരു കോഫി പൗഡറിൻ്റെ ആ ഒരു പ്യൂരിയില്ലേ, അതാണ് അവർ കോഫി ആയിട്ട് തരുന്നത്. അത് കുഞ്ഞൊരു ഗ്ലാസ്സിൽ. എങ്ങനെയുണ്ട് ബേബി കോഫി? ഇവർ ശരിക്കും കപ്പാച്ച ഒരു കുഞ്ഞു കപ്പിലാട്ടോ നമ്മൾ കോഫി അറിയുമ്പോൾ കൊണ്ടു തരുന്നത്. അത് ആ കോഫിയുടെ ഫ്ലേവർ ഇങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുകയും ചെയ്യുന്നത്. എനിക്ക് ഒട്ടും കുടിക്കാൻ പറ്റുന്നില്ല. നോർമൽ കോഫി എന്ന് വെച്ചാൽ നോർമൽ കോഫി പറഞ്ഞു. നോർമൽ കോഫിന്ന് അവർ ചോദിച്ചപ്പോഴേ നമ്മൾ, എനിക്ക് തോന്നുന്നുണ്ട് ഇവരുടെ നോർമൽ കോഫി നമുക്ക് കുടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും പറയാനായിരിക്കും, അറിയത്തില്ല. എനിക്കിഷ്ടപ്പെട്ടില്ല ടേസ്റ്റ്. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു കേട്ടോ. ഇപ്പോൾ ഇവർ കൊണ്ടുവന്ന് ഈ സെർവ് ചെയ്യുന്ന ഈ ഒരു ഐറ്റം ഇതൊരു അൽബേനിയൻ ഡിഷാട്ടോ, പെറ്റ്യൂല എന്ന് പറഞ്ഞിട്ട്. എനിക്ക് അൽബേനിയയിൽ പോയിട്ട് കഴിച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡിഷാട്ടോ അത്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു അതിന്. എനിക്ക് പിന്നെ ഒന്നും കൂടെ കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിനൊരു ചാൻസ് കിട്ടിയില്ല. അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇനി നമ്മൾ ഡയറക്റ്റ് വ്ലോറിലോട്ടാട്ടോ പോകുന്നത്. അൽബേനിയയുടെ ബീച്ചസ് കുറച്ചും കൂടെ ഭംഗി കാണാനായിട്ട് സൗത്ത് സൈഡിലോട്ട് പോകും തോറും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വ്ലോറ് പോകുന്നത്, അത് കഴിഞ്ഞിട്ടും കുറേ സ്ഥലങ്ങളുണ്ട് പോകാനായിട്ട്. പക്ഷെ നമ്മൾ എല്ലാ സ്ഥലത്തും ഈ ഒരു സെയിം ബീച്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓർത്തു വ്ലോർ വരെ പോയിട്ട്, കാരണം നമുക്ക് ഈ വന്ന വഴി തന്നെ തിരിച്ച് നമുക്ക് മോണ്ടനെഗ്രോയിൽ പോകാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ദൂരെ പോകും തോറും നമുക്ക് മോണ്ടനെഗ്രോയിലോട്ട് പോകാനുള്ള ട്രാവൽ കൂടി വരും. അപ്പോൾ നമ്മൾ വ്ലോറിൽ ചെന്നിട്ട് അവിടെ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്ത് ആ ഒരു ബീച്ച് വൈബൊക്കെ എൻജോയ് ചെയ്ത് ഇരിക്കാമെന്നാണ് കേട്ടോ നമ്മുടെ പ്ലാൻ. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് വ്ലോർ എത്തിയിട്ടോ. നമ്മൾ വ്ലോറിൻ്റെ ഒരു ഏരിയ എത്തിയപ്പോൾ തൊട്ട് നല്ല ഭംഗിയുള്ള ബീച്ചസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറേ. പക്ഷെ നമ്മൾ നല്ല കറക്റ്റ് ഉച്ച ടൈമിലാണ് വരുന്നത്. നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് ഏതെങ്കിലും അടുത്തുള്ള റെസ്റ്റോറൻറ്റിലോ അങ്ങനെ എന്തെങ്കിലും കയറാമെന്ന് ഓർത്തു. കാരണം ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടപ്പോൾ അതിൽ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ റെസ്റ്റോറൻറ്റ് പോലത്തെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും. അതുപോലെ അവരവിടെ ഫുള്ളി അറേഞ്ച് ചെയ്തും വെച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ബീച്ചൊക്കെ കണ്ട് അല്ലെങ്കിൽ ബീച്ചിലൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിലും ഒരു ഷെയ്ഡൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഫുള്ളി വെയിലത്ത് നമ്മൾ ഇറങ്ങേണ്ട വരെ നോർമൽ ബീച്ചസിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വരാമെന്നാട്ടോ നമ്മൾ ചൂസ് ചെയ്തേ. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് റിസോർട്ടി ബോജോ എന്നാണ്. നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വരാമെന്നെടുത്തൊരു ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു കേട്ടോ. കാരണം ഇവിടെ അവർ അത്രയും ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതും ഒക്കെ. നമുക്കിതിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴേക്കും നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന ബീച്ചസിൻ്റെ കുറച്ചും കൂടെ ഭംഗി കൂട്ടുന്ന രീതിയിൽ ഇവർ ഫുള്ളി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഓരോ കോർണറും അത്രയും ഭംഗിയിലാട്ടോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ ബീച്ച് ബെഡ്സ് ഒക്കെ ഉണ്ട്. ഇത് മെയിൻ സീസൺ ആകുമ്പോഴാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ വരാം. നമുക്ക് ഫുള്ളി ഒരു ബീച്ച് ഭയങ്കര പ്രൈവറ്റായിട്ട് കിട്ടിയേക്കണ പോലെയായിരുന്നു കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടും ആൾക്കാരുണ്ടായിരുന്നില്ല. നമ്മളും പിന്നെ വേറൊരു ഫാമിലിയും കൂടി അവിടെ ആകെ ഉണ്ടായിരുന്നുള്ളൂ.
നമുക്കൊരു പ്രൈവറ്റ് ബീച്ചൊക്കെ കിട്ടിയ പോലത്തെ ഒരു ഫീലായിരുന്നു. ഞങ്ങളവിടെ കുറേ നേരം, ഞങ്ങൾ വേറെ എവിടെയും അന്ന് പോകണ്ടെന്ന് തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് ഇവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ തന്നെ മാക്സിമം വൈകിട്ട് വരെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് നമ്മളപ്പം തന്നെ ഡിസിഷൻ ആദ്യം തന്നെ എടുത്തായിരുന്നു. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇവിടെ. എനിക്ക് ഇവിടെ നിന്ന് തിരിച്ച് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. നമ്മളിതാ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കാൻ വേണ്ടി. ഇതാണ് ഞാൻ പറഞ്ഞ നീല കളറുള്ള വെള്ളം. ഇവിടുത്തെ എല്ലാ ബീച്ചിലും ഭയങ്കര വെള്ളം ഭയങ്കര ക്ലിയർ ആട്ടോ. നമുക്ക് താഴെ കാണാൻ വേണ്ടിയിട്ട് വരും. താഴെയുള്ള കല്ലുകളും അതിങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ പിന്നെ ഇവിടെ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ വിനുവിൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, എനിക്ക് ഇങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ധൃതി പിടിച്ച് ഇങ്ങനെ ഓരോ സ്ഥലം ഇങ്ങനെ കണ്ട് ഇങ്ങനെ ധൃതിയിൽ എനിക്ക് ഒന്നും വേണ്ട. എനിക്ക് സമാധാനത്തിൽ പീസ്ഫുള്ളായിട്ട് ഇരുന്ന് നമുക്ക് ആ പോകുന്ന അല്ലെങ്കിൽ കാണുന്ന സ്ഥലം അത് മര്യാദയ്ക്ക് കണ്ട് അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ പയ്യെ റിലാക്സ് ചെയ്ത് നമുക്ക് പോയാൽ മതി. നോർമലി നമ്മളൊരു കൺട്രിയിൽ പോകുമ്പോൾ നമുക്ക് അവിടെ കാണണം ഇവിടെ കാണണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് വേഗം ഇങ്ങനെ പോകുന്നതിലും പേഴ്സണലി എനിക്ക് കുറച്ചിഷ്ടം ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിൽ കുറച്ച് ടൈം എടുത്ത് അവിടെ റിലാക്സ് ചെയ്തിരുന്ന് സമാധാനത്തിൽ അത് ശരിക്കും എൻജോയ് ചെയ്ത് തിരിച്ചു വരണം എന്നാട്ടോ. അതുകൊണ്ട് നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് എല്ലാം ചെയ്തത്. അങ്ങനെ നമ്മൾ ധൃതിയൊന്നും പിടിക്കാണ്ട് സമാധാനത്തിൽ ഇവിടെ ഇരുന്ന് കുറേ നേരം ഇവിടെ ഇരുന്നു. നമ്മൾ വൈകിട്ട് വരെ ഇവിടെ തന്നെ ഇരുന്നു. ആ അറ്റത്തോട്ട് പോവല്ലേ, ഇങ്ങോട്ട് വന്നേ. എനിക്ക് ആ അറ്റത്ത് വന്നിട്ട് പേടിയാവാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഇപ്പം നമ്മൾ ഒറ്റയ്ക്കുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ മെയിൻ കലാപരിപാടിയിലോട്ട് കിടന്നു കേട്ടോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് സ്ക്വിഡും അതുപോലെ പ്രോൺസും അങ്ങനെ ഉള്ള ഐറ്റംസൊക്കെ കൂടി എന്തോ ഒരു മിക്സ് ആട്ടോ. എന്തോ ഒരു പേരുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. എന്തോ ഒരു പ്രത്യേക ടൈപ്പ് ഫ്രൈ ആയിരുന്നു അത്. അപ്പോഴേക്കും ഓൾമോസ്റ്റ് ഈവനിങ് ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റേയിലോട്ട് കുറച്ച് ദൂരം ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് ലേറ്റ് ആക്കണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ ഒരു ഈവനിങ് ആയപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഇതാ മഴ തുടങ്ങിയിട്ടോ. ഈ മഴയുണ്ടല്ലോ നല്ല ശക്തിയിൽ കുറേ നേരം പെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നിൽക്കും. അപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നും ശരിക്കും മഴ പെയ്തായിരുന്നു തോന്നും. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും വീണ്ടും തുടങ്ങും മഴ. അതും ചെറിയ മഴയല്ല പെയ്യുന്നത്, നല്ല ഇങ്ങനെ ഇടിവെട്ടും മഴയൊക്കെ ആയിട്ട് ഭയങ്കര മഴയായിരുന്നു. എന്ത് പെട്ടതല്ലേ മഴ മാറിയതാ, വെയിൽ വന്നു. വെയിലായിട്ടോ, നേരം സെയിം മഴയും. എന്തൊരു പെട്ടെന്നാ വെയിൽ. മഴക്കാരുണ്ടോ, മഴക്കാരാണ്, കറുത്ത് കിടക്കുക. കണ്ടിട്ട് പേടിയാവുന്ന എനിക്ക് അതുപോലെ. സത്യത്തെ വെയില് എന്തായാലും ഇവിടെ നോക്കിയത് പകുതിയും റോഡ് നോക്കുമ്പോ തന്നെ അറിയാം. ഒരു സൈഡ് വെയിലും ഒരു സൈഡ് മറ്റേ മഴക്കാരും. മഴയല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് സ്കോദർ എന്നാട്ടോ. നമ്മളപ്പോൾ സ്റ്റേ എടുത്തപ്പോഴേക്കും നെക്സ്റ്റ് ഡേ നമ്മൾ മോണ്ടിനെഗ്രോ പോകാനായിട്ട് പ്ലാൻ ചെയ്തേ. അപ്പോൾ സ്റ്റേ എടുത്തത് മോണ്ടിനെഗ്രോ എത്തുന്നതിന് ഒരു 2 hours മുമ്പുള്ളൊരു സ്റ്റേ ആയിട്ട് എടുത്തത്. കാരണം അല്ലെങ്കിൽ നമ്മൾ പോയ വ്ലോറിൻ്റെ ആ സൈഡിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് മോണ്ടിനെഗ്രോയിലോട്ട് നമ്മൾ ഡയറക്റ്റ് പോകുമ്പോൾ ഒരു 7-8 hours ഒക്കെ എടുക്കുന്നുണ്ട്. അത് മാപ്പിൽ 7-8 hours എന്ന് കാണിച്ചാലും നമ്മളവിടെ എത്തുമ്പോഴേക്കും ഒരു 10 or 12 hours അത്രയും എന്തായാലും എടുക്കും.
അപ്പോൾ ഒരുപാട് ഡ്രൈവ് ചെയ്ത് ടയർഡാവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ തലേ ദിവസം ഇങ്ങനെ മോണ്ടിനെഗ്രോയുടെ അടുത്തുനിന്ന് 2 hours ഡിഫറൻസിൽ നമ്മൾ വന്ന് സ്റ്റേ എടുത്തേ. അപ്പോൾ നമ്മൾ സ്റ്റേയിലെത്തിയിട്ടോ. അപ്പോൾ നമ്മൾ സ്കോദറിലുള്ളൊരു എയർബിഎൻബി ആട്ടോ എന്നെടുത്തേക്കുന്നത് സ്റ്റേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു എയർബിഎൻബിയുടെ ഹോസ്റ്റ് ഒരു പ്രായമായിട്ടുള്ളൊരു ലേഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മുടെ ഇംഗ്ലീഷൊന്നും അറിയത്തില്ല, അവർക്ക് അൽബേനിയൻ ലാംഗ്വേജാണ് അറിയുന്നത്. അപ്പോൾ അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചു കേട്ടോ ഫുഡ് ഡിന്നർ വേണമെന്നുള്ളത്. അപ്പോൾ അവർ പെർ ഹെഡ് ഒരു 10 euro ആണ് അവർ ചാർജ് ചെയ്യുന്നത്. നമ്മളപ്പം തന്നെ ഓക്കെ പറഞ്ഞായിരുന്നു, കാരണം നമ്മൾ നല്ല ടയർഡായിരുന്നു. ഇനി പുറത്ത് പോയി കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ നമ്മളപ്പം തന്നെ ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ, അമ്മാമ്മ ഉണ്ടാക്കി തന്ന ഫുഡാണ്, നല്ല ടേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ ഡേ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്.